ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയ സുൽത്താൻ മെഹമ്മദിൻ്റെയും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെയും പിന്നീട് സുൽത്താൻ മെഹമ്മദിൻ്റെ തലവേദന കൊടുത്ത നമ്മുടെ ഡ്രാക്കുളയുടെയും കഥയിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന ചക്രവർത്തിയായ കോൺസ്റ്റാന്റിനോപ്പിൾ 11-ാമനെ തോൽപ്പിച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം കീഴടക്കി സുൽത്താൻ മെഹമ്മദ് ഓട്ടോമൻ എംപയർ എല്ലാ സ്ഥലങ്ങളിലും യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഭാഗങ്ങളിലോട്ട് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ യുദ്ധതന്ത്രജ്ഞനായ, വളരെ ഭരണപ്രാവീണ്യമുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് വലിയ തലവേദനയായി ഡ്രാക്കുള വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡ്രാക്കുളയുടെ പേര് നമ്മൾ ഡ്രാക്കുള എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൽ നിന്നാണ്. പക്ഷേ ശരിക്കും ആ നോവൽ എഴുതാനായിട്ട്, ആ ക്യാരക്ടർ ഉണ്ടാക്കാനായിട്ട് ബ്രാം സ്റ്റോക്കറിന് ഇൻസ്പിറേഷനായത് ഒരു രാജാവാണ്. ആ രാജാവിൻ്റെ കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. കഥ തുടങ്ങുന്നത് 1436 അപ്പോൾ 1436 വലേഷ്യ എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ റൊമാനിയാണ്, യൂറോപ്പിലാണ്. അപ്പോൾ അത് ഓട്ടോമൻ എംപയറിൻ്റെയും ഹംഗറിയുടെയും നടുക്ക് വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അന്ന് ആ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് വ്ളാഡ് ഡ്രാക്കുൾ എന്ന് പറയുന്ന ഒരു രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വ്ളാഡ് ദ ഇംപെയിലർ, ഒന്ന് റാഡു, മറ്റൊരാൾ മിർസിയ. ഇത് ലെജിറ്റിമേറ്റ് സൺസാണ്. ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓട്ടോമൻ എംപയറിന് കീഴ്പ്പെട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ സുൽത്താൻ്റെ വിധേയത്വം കാണിച്ചിരുന്നു. സുൽത്താനിൻ്റെ ആർമി സപ്പോർട്ട് എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യം ഇപ്പുറ സൈഡിൽ നിൽക്കുന്ന ഹംഗറി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ചർച്ച് ബേസ്ഡ് ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഇപ്പുറ സൈഡിലോട്ട് നിൽക്കണം, അല്ലെങ്കിൽ അപ്പുറ സൈഡിലോട്ട് നിൽക്കണം. അപ്പോൾ ഓട്ടോമൻ എംപയറിനുമായിട്ട് ചേർന്ന് നിൽക്കാനായിരുന്നു വ്ളാഡ് ഡ്രാക്കുൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സുൽത്താന് വ്ളാഡ് ഡ്രാക്കുളിൻ്റെ വിധേയത്വത്തിൽ ചെറിയ സംശയം തോന്നി. തനിക്കെതിരെ എന്തെങ്കിലും ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി. അങ്ങനെ വ്ളാഡ് ഡ്രാക്കുളിനെ അദ്ദേഹം തൻ്റെ സഭയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ സുൽത്താൻ മെഹമ്മദ് 2-മനല്ല ആ സമയത്ത് ഓട്ടോമൻ എംപയറിൻ്റെ രാജാവ്. സുൽത്താൻ മെഹമ്മദ് 1-മനാണ്, അതായത് മെഹമ്മദ് 2-മൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിനെ സഭയിലേക്ക് വിളിക്കുന്നു. വ്ളാഡ് ഡ്രാക്കുൾ സഭയിലെത്തുന്നു. അപ്പോൾ വ്ളാഡ് ഡ്രാക്കുളിനോട് പറയുന്നു, നിൻ്റെ വിധേയത്വത്തിൽ എനിക്ക് സംശയമുണ്ട്, നീ എനിക്കെതിരെ ശത്രുക്കളോട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ വ്ളാഡ് ഡ്രാക്കുൾ പറയുന്നു, അങ്ങേക്ക് അങ്ങനെ ഒരു സംശയം തോന്നേണ്ട കാര്യമേ ഇല്ല, എൻ്റെ പൂർണ്ണ പിന്തുണയും എൻ്റെ പൂർണ്ണ വിധേയത്വവും അങ്ങേക്കാണ് എന്ന് പറയുന്നു. അത് തെളിയിക്കാനായിട്ട് ഞാൻ എൻ്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന 2 മക്കളായ വ്ളാഡിനെയും റാഡുവിനെയും ഇവിടെ വിട്ടിട്ട് പോകുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ കുഞ്ഞു കുട്ടികളാണ്, ഒരു 5-6 വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞു കുട്ടികളാണ്. മൂത്ത ആൾക്ക് മേബി കൂടി പ്രായം ഉണ്ടായിരിക്കും, പക്ഷേ ഇളയ ആൾക്ക് ഈ റാഡുവിന് ഒരു 5-6 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ. അപ്പോൾ മൂത്ത ആയവനായ വ്ളാഡിന് സുൽത്താൻ മെഹമ്മദ് 2-മൻ സമപ്രായക്കാരാണ്. അങ്ങനെ അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും സ്വന്തം അച്ഛൻ പറഞ്ഞിട്ട് പോകുന്നതിനാൽ അവരവിടെ നിൽക്കുന്നു. അപ്പോൾ തന്നെ മുഹമ്മദ് 1-മൻ പറയുന്നു, നീ എന്തെങ്കിലും എനിക്കെതിരെ ഒരു വഞ്ചന കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ കുട്ടികളെ വധിക്കും, അതിനകത്ത് എനിക്ക് യാതൊരു കരുണയും ഉണ്ടാവില്ല എന്നൊക്കെ വാൺ ചെയ്തൊക്കെ വിടുവാണ്. അങ്ങനെ സുൽത്താനോട് നമ്മുടെ വ്ളാഡ് ഡ്രാക്കുൾ പറയുന്നു, ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല, ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിൽ എൻ്റെ മക്കളെ വിട്ടിട്ട് പോവുകയാണ്, ഇതിലും വലിയ തെളിവ് എന്താണെങ്കിൽ വേണ്ട, ഞാൻ ഒരിക്കലും അങ്ങേ വഞ്ചിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പോകുന്നു. ഈ 2 കുട്ടികളും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി തന്നെ കൊട്ടാരത്തിൽ വളരുന്നു. സുൽത്താൻ അങ്ങനെ തൻ്റെ മകൻ വ്ളാഡ് അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചിരുന്നില്ല. 3 പേരും ഒരുപോലെ കളിച്ച് വളരുന്നു. എല്ലാ ആയുധവിദ്യകളും അവർ അഭ്യസിക്കുന്നു. മിടുക്കന്മാരായ ആയോധനകളെ നല്ല മിടുക്കുള്ളവരായിട്ട് അവർ വളർന്നു വരുന്നു. അങ്ങനെ 1447 ഈ ഹംഗേറിയൻ രാജാവ് ജോൺ ഹാനിയാടി വലേഷ്യൻ പ്രദേശം ആക്രമിക്കുന്നു. അപ്പോൾ അന്ന് രാജാവായിട്ടിരുന്നത് വ്ളാഡ് ഡ്രാക്കുളാണ്. വ്ളാഡ് ഡ്രാക്കുളിനെ വധിക്കുന്നു. കൂടെ വ്ളാഡ് ഡ്രാക്കുളിൻ്റെ മകനായ മിർസിയെയും വധിക്കുന്നു. അപ്പോൾ ഇവർ 2പേരെയും വധിച്ചതിന് ശേഷം ഈ വ്ളാഡ് ഡ്രാക്കുളിൻ്റെ തന്നെ കസിനായ വ്ളാഡിസ്ലേവ് 2-മനെ രാജാവായിട്ട് അവിടെ ഈ വലേഷ്യ പ്രദേശത്ത് നിയമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഹംഗേറിയൻ സൈഡിനോട്ടായിരിക്കും കൂറുണ്ടായിരിക്കുന്നത്. മേ ബി അതിൻ്റെ അത് വരെ ചതിയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ഹിസ്റ്റോറിയൻസ് പറയുന്നില്ല. അപ്പോൾ ഈ വ്ളാഡിസ്ലാവ് 2-മൻ വലേഷ്യയുടെ
ഭരണം ഏറ്റെടുക്കുന്നു. ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഒരു വർഷം കഴിയുമ്പോൾ 1448 സുൽത്താൻ മെഹമ്മദ് ഇത് അറ്റാക്ക് ചെയ്യുന്നു. ഓട്ടോമൻ സപ്പോർട്ടോടുകൂടി തന്നെ വ്ളാഡും ആ കൂട്ടത്തിൽ വരുന്നു. അവർ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്ത് ഈ വ്ളാഡിസ്ലേവ് രണ്ടാമൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ വലേഷ്യയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനെ വ്ളാഡ് ദ ഇംപെറർ മൂത്ത മകൻ രാജാവാകും. പക്ഷേ അധികം നാൾ അദ്ദേഹത്തിന് രാജാവായി ഇരിക്കാൻ സാധിക്കുന്നില്ല. ഒരു വർഷത്തിന് ശേഷം കൂടുതൽ സപ്പോർട്ടൊക്കെ റാമ്പപ്പ് ചെയ്ത് വ്ളാഡിസ്ലേവ് വീണ്ടും വരുന്നു. ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്ത് പുറത്താക്കുന്നു. അങ്ങനെ ഇദ്ദേഹം യുദ്ധത്തിൽ നിന്നും ഈ അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നു. ഈ വ്ളാഡ് പുറത്തു പോകുന്നു. ഇവരുടെ എല്ലാം പേരുകൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. വ്ളാഡിസ്ലേവ്, വ്ളാഡ്, റാഡു, സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ, ഒന്നാമൻ, അങ്ങനെയൊക്കെ പേരുകൾക്ക് പലതിനും ഒന്നാമൻ രണ്ടാമൻ എന്ന് പറയുന്ന പോലെ തന്നെ വ്ളാഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാം കുറച്ച് കൺഫ്യൂസിങ് നെയിംസാണ്. എനിവേ 1448 ആകുമ്പോഴത്തേക്കും വ്ളാഡ് ദ ഇംപെറർ വലേഷ്യയിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വരുന്നു. അദ്ദേഹം മോൾഡോവയിലേക്കാണ് ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഓടിപ്പോയ വ്ളാഡ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 1456 ഒരു 5-6 വർഷം കഴിഞ്ഞ് ഹംഗറിയുടെ സപ്പോർട്ട് എടുക്കുന്നു. അപ്പോൾ ഹംഗറിയാണ് ഈ വ്ളാഡിസ്ലേവ് രണ്ടാമൻ അവിടെ രാജാവാക്കിയത്. പക്ഷേ കാലക്രമേണ അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾക്ക് പ്രശ്നം വരുന്നു. അങ്ങനെ വ്ളാഡ് ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഹംഗറിയുടെ സപ്പോർട്ട് കിട്ടിയിട്ട് 1456 ആയപ്പോൾ അദ്ദേഹം വീണ്ടും ഈ വലേഷ്യ പ്രദേശം ആക്രമിക്കുന്നു. തൻ്റെ രാജ്യം പിടിച്ചടക്കാനായിട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ ആക്രമിക്കുന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുന്നു. ഈ വ്ളാഡ് ജയിക്കുന്നു. അങ്ങനെ അധികാരം പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ അധികാരം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹംഗേറിയൻ സപ്പോർട്ടിലാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ ഹംഗേറിയൻസിനോട് ഒരു ഒരു എന്താ പറയുക, ഒരു സ്നേഹം, ഒരു വിധേയത്വം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച് വളർന്നതെല്ലാം ഈ സുൽത്താൻ്റെ കോർട്ടിലാണ്. അപ്പോൾ സുൽത്താനോടും ഒരു സ്നേഹം ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ കരുതും. എന്നാൽ അങ്ങനെയൊന്നും അല്ല. ഈ തക്കം നോക്കി ആരെ കൂട്ടിന് കിട്ടുമോ അവരെ കൂട്ടുപിടിച്ച് തൻ്റെ ലക്ഷ്യം സാധിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വ്ളാഡിൻ്റെ ലക്ഷ്യം. അപ്പോൾ സുൽത്താന് ആകെ ഒരു കൺഫ്യൂഷനുണ്ട്. കാര്യം ഈ വലേഷ്യ എന്ന് പറഞ്ഞൊരു ബോർഡറിൽ നിൽക്കുന്ന പ്രദേശമാണ് സുൽത്താൻ മെഹമ്മദ് രണ്ടാമന്. അപ്പോൾ അദ്ദേഹം ഈ കോൺസ്റ്റന്റിനോപ്പിളൊക്കെ പിടിച്ച് കുറച്ച് സ്റ്റൈലിലേക്ക് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം നേരെ നമ്മൾ വ്ളാഡിൻ്റെ അടുത്തേക്ക് കുറച്ച് മെസ്സഞ്ചേഴ്സിനെ അയച്ചിട്ട് ഈ വ്ളാഡിൻ്റെ അടുത്ത് തൻ്റെ മുന്നിൽ ഹാജരാകാനായിട്ട് പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ 1400 പെട്ടെന്ന് വരുന്നത്. 1456 ഈ വ്ളാഡ് വലേഷ്യയുടെ അധികാരം തിരിച്ചു പിടിക്കുന്നത്. ഈ തിരിച്ചു പിടിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഡ്രാക്കുള എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഉപമിക്കാൻ കാരണമാകുന്നു. അതിന് തിരിച്ചു പിടിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, പിന്നീട് തൻ്റെ ശത്രുക്കളോടും അദ്ദേഹം തൻ്റെ ഭരണസമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നിർവചനങ്ങൾക്കും അതീതമാണ്. അപ്പോൾ ഈ ഭരണം കിട്ടിയ ഉടനെ അദ്ദേഹം എന്തെന്ന് പറഞ്ഞാൽ ഈ അവിടെയുള്ള പ്രമുഖന്മാരായ ആൾക്കാരെ എല്ലാം ഒരു വിരുന്നിന് വേണ്ടി വിളിക്കുന്നു. അപ്പോൾ വിരുന്നിന് വേണ്ടി വിളിച്ചിട്ട് അപ്പോൾ ഈ പ്രമുഖന്മാരുണ്ട്, തൻ്റെ ഇല്ലെജിറ്റിമേറ്റായ 1-2 ബ്രദേഴ്സുണ്ട്, ഈ വ്ളാഡിസ്ലേവ് രണ്ടാമൻ്റെ കസിൻസും മറ്റു കാര്യങ്ങളൊക്കെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അവരെല്ലാം വിളിച്ചിട്ട് അവർ പറയുന്നു, എനിക്ക് ഭരണം തിരിച്ചു കിട്ടിയതിൽ നിങ്ങളുടെ എല്ലാം പങ്ക് വളരെ വലുതാണ്, ഞാൻ നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. വലിയ ഫീസ്റ്റാണ്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പിടിച്ചിട്ട് നേരെ കൊന്നുകളയാനായിട്ട് ഉത്തരവിടുകയാണ്. ഒരു 10-25 ആൾക്കാരുണ്ട്, അവരെല്ലാം കൊന്നുകളയാനായിട്ട് ഉത്തരവിടുകയാണ്. എങ്ങനെയാണ് കൊല്ലുന്നത്? തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ വാളുകൊണ്ട് ഉപദ്രവിച്ച് കൊല്ലുകയോ ഒന്നുമല്ല, ഇംപെയിൽ ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ അന്ന് ഈ വ്ളാഡ് ദ ഇംപെയിലർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുമ്പോൾ വ്ളാഡ് ദ ഇംപെയിലർ എന്നാണ്. അദ്ദേഹം നടപ്പിലാക്കി വന്നിരുന്ന ഒരു ശിക്ഷാമാർഗമാണ്. അതിക്രൂരമാണ് ഈ ശിക്ഷാമാർഗം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീട് കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന നീളത്തിലുള്ള വലിയ വുഡൻ പീസ് ഉണ്ടല്ലോ, നമ്മൾ കഴ എന്ന് മലയാളത്തിൽ പറയും. പല പ്രദേശത്തും പല പേരായിരിക്കും. നമ്മൾ ഈ സ്കാഫോൾഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന, ഈ തട്ടടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നീളത്തിലുള്ള തടി കഷ്ണം റൗണ്ടായിട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു സൈഡ് കൂർപ്പിക്കും. ഈ പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്ന പോലെ ഒരു സൈഡ് കൂർപ്പിക്കും. എന്നിട്ട് ഈ വധിക്കാൻ കൊണ്ടുപോകുന്ന ആളുടെ പുറകിൽ നിന്ന് ഒരു ഹാമർ വെച്ച് അടിച്ച് മുകളിലോട്ട് കയറ്റി
ഓർഗൻസ് എല്ലാം മിസ് ചെയ്യുന്ന രീതിയിൽ, ഡയറക്റ്റായിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിലൊന്നും ഹർട്ട് ചെയ്യില്ല. അങ്ങനെ ഹർട്ട് ചെയ്ത ആൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. അങ്ങനെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ഇതിനെ ഈ കമ്പിനെ ചെസ്റ്റിൽ കൂടെ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഈ ചെസ്റ്റിൽ കൂടെ പുറത്ത് വരുമ്പോഴും അയാളുടെ ജീവൻ ബാക്കിയുണ്ടായിരിക്കും. അത് നമുക്ക് ഇത് പറയാം, ഹിസ്റ്റോറിയൻസ് പറയുന്ന എഴുതിയിരിക്കുന്നത് കേട്ട് പറയാമെന്നതിനുപരി നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്തരത്തിലുള്ള ഒരു ശിക്ഷാ രീതികളൊന്നും. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഈ വ്ലാഡ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും വധിക്കുവാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഷോക്കിംഗ് തിങ്ങായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുൽത്താൻ ഇതെല്ലാം കേൾക്കുകയും, അപ്പോൾ സുൽത്താനൊരു സംശയം, വ്ലാഡ് തൻ്റെ അടുത്ത് ഇപ്പോഴും വിധേയത്വം ഉണ്ടോ, തൻ്റെ കോർട്ടിൽ വളർന്ന ആളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ വ്ലാഡിന് അവിടെ നിൽക്കുമ്പോഴും സുൽത്താൻ്റെ കോർട്ടിൽ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സുൽത്താൻ 2 പേരെ അയക്കുന്നു, തൻ്റെ സന്ദേശകരെ അയക്കുന്നു. അയച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ വ്ലാഡിനോട് തൻ്റെ അടുത്ത് എൻ്റെ സഭയിൽ ഹാജരാകാൻ പറയുന്നു. അപ്പോൾ വ്ലാഡ് പറയുന്നു നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ 2 സന്ദേശകർ വന്നിട്ടുണ്ടല്ലോ, മെസ്സഞ്ചേഴ്സ്. അപ്പോൾ അവർ വന്നപ്പോൾ വ്ലാഡ് അവരുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ തലയിലുള്ള തൊപ്പി, ടർബൻ തലപ്പാവ് എടുത്ത് മാറ്റണം എന്ന് പറയുവാണ്. അപ്പോൾ ഈ ടർക്കിഷ് ഓട്ടോമൻ എംപയറിൽ തലപ്പാവ് അങ്ങനെ ആരുടെയും മുന്നിൽ, അവരുടെ സുൽത്താൻ്റെ മുന്നിൽ പോലും വളരെ അർജൻറ്റായിട്ടുള്ള, വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ മാറ്റുള്ളൂ. അവർ തലപ്പാവെന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അവർ മാറ്റില്ല. അപ്പോൾ അവരത് പറയുന്നു, വ്ലാഡിൻ്റെ അടുത്ത് പറയുന്നു, ഞങ്ങൾ ഓട്ടോമാനിന് ഈ തലപ്പാവ് മാറ്റാറില്ല, ദയവായി അങ്ങ് ക്ഷമിക്കണമെന്ന് പറയുന്നു. പക്ഷേ വ്ലാഡ് പറയുന്നു, നിങ്ങൾ എൻ്റെ സഭയിലാണ്, എൻ്റെ സഭയിൽ നീയോ ഞാൻ പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് പറയുന്നു. മറ്റവരും പറയുന്നു, ഇല്ല അത് സാധ്യമല്ല എന്ന് പറയുന്നു. ഈ പുള്ളി ഈ 2 പേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു 3-4 ആണി ഈ തലയിലോട്ട് അടിച്ച് ഒരു വധിക്കുവാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. തലയിലോട്ട് അടിച്ച് ടർബൻ അവരുടെ തലയിൽ ഉറപ്പിച്ച് വയ്ക്കുകയാണ്, ഇനി എടുക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഈ വ്ലാഡ്. അപ്പോൾ സുൽത്താൻ മനസ്സിലായി സംഭവം പ്രശ്നമാണ്, പിന്നെ ഇത് നമ്മൾ വിചാരിച്ച വഴിയെ പോകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ 1462 സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ, കൃത്യം ഏതാണ്ട് 9 വർഷം 10 വർഷം കഴിഞ്ഞ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചിറങ്ങി കഴിഞ്ഞ സമയത്ത് വ്ലാഡ് അത്രയും കാലം കൊണ്ട് സുൽത്താൻ വലിയ തലവേദനയായി മാറുന്നു. ഈ വ്ലാഡിൻ്റെ അനിയനായ റാഡു ഇപ്പോഴും സുൽത്താൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, സുൽത്താൻ സപ്പോർട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സുൽത്താൻ ഈ റാഡുവിനെയും തൻ്റെ ആർമിയെല്ലാം കൂട്ടി വ്ലാഡിനെ പിടിക്കാനായി പോകുന്നു. അപ്പോൾ അങ്ങനെ വ്ലാഡിനെ പിടിക്കാനായി പോകുമ്പോൾ വ്ലാഡിൻ്റെ യുദ്ധമുറകൾ ഭയങ്കര ഒരു ഗറില്ല വാർ ടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ വളരെ രാത്രി അറ്റാക്ക് ചെയ്യുക, ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ അറ്റാക്ക് ചെയ്യുക. അതുപോലെ ഈ ടെറൈനൊക്കെ സുൽത്താൻ അത്ര പരിചയമുള്ള ടെറൈനല്ല. റാഡുവിന് ടെറൈനൊക്കെ അറിയാം, പക്ഷേ എന്നാൽ സുൽത്താൻ അത്ര പരിചയമുള്ളതല്ല. പക്ഷേ രക്ഷയില്ല, സുൽത്താൻ്റെ ആർമി ശരിക്കും പ്രഹരം ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ച് വേഷം മാറി സുൽത്താനെ പിടിക്കാൻ വരെ ഇയാൾ ശ്രമിക്കുന്നു. തലനാരിഴയ്ക്ക് സുൽത്താൻ രക്ഷപ്പെടുന്നു. റാഡു തന്നെ ഒരു തവണ സുൽത്താനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ തോതിൽ സുൽത്താന് തിരിച്ചടിയാകുന്ന രീതിയിൽ വ്ലാഡിൻ്റെ യുദ്ധമുറകൾ കൂടി വരുന്നു. ഒരേ ഒരു ആശ്വാസം എന്തുവാണെന്ന് പറഞ്ഞാൽ, ഒരുപാട് സൈന്യം വ്ലാഡിനില്ല. അവിടെയുള്ള സൈന്യത്തിൽ കൂടുതൽ പേരും വ്ലാഡിൻ്റെ ക്രൂരമായ പ്രവൃത്തികൾ കണ്ട് മനം മടുത്തിട്ട് സുൽത്താൻ്റെ കൂടെയോ അല്ലെങ്കിൽ റാഡുവിൻ്റെ കൂടെയോ അസംബിൾ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ യുദ്ധം കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെ 1462 ടർഗോവിസ്ത എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ ഗ്രാമമുണ്ട്. ഈ വലേഷ്യൻ ഗ്രാമം, ഹംഗേറിയൻ അല്ല, വലേഷ്യൻ ഗ്രാമമുണ്ട്. അവിടെ വെച്ച് സുൽത്താനും വ്ലാഡും ഫേസ് ഓഫ് വരുന്നു. അവർ യുദ്ധം ചെയ്യുന്നു. പക്ഷേ സുൽത്താൻ്റെ സൈന്യം വ്ലാഡിനെ ചുറ്റിക്കുന്നു. കാര്യം സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ പയറ്റിയ പോലെ വളരെ യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നുള്ള, വളരെ യുദ്ധപ്രാവീണ്യമുള്ള സൈനികരും നേതാവും ഒക്കെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വ്ലാഡിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വ്ലാഡ് അവസാനം രക്ഷപ്പെട്ട് ഓടി പോവുകയാണ്. അങ്ങനെ ഓടിപ്പോകും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വ്ലാഡിൻ്റെ കൂടെ ഉള്ളൂ, വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ തൊട്ടടുത്ത ദിവസം, അപ്പോൾ ഈ ടർഗോവിസ്ത എന്ന് പറയുന്ന ഗ്രാമം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, മലേഷ്യയിലുള്ള. അപ്പോൾ ആ സ്ഥലം ക്യാപ്ചർ ചെയ്യുക വഴി മലേഷ്യയുടെ എൻ്റയർ പ്രോവിൻസ്
സുൽത്താൻ്റെ കീഴിൽ വരുവാണ്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് അവസാനത്തുള്ള ഒരു അവസാനമുള്ള ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടർഗോവിസ്ത. അപ്പോൾ അവിടെ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് യുദ്ധമെല്ലാം കഴിഞ്ഞ് രാത്രിയാണ്. ഇയാൾ രക്ഷപ്പെട്ടു പോയി, പിടിക്കാനൊക്കെ നോക്കിയിട്ട് രക്ഷയില്ല, വ്ലാഡ് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ തൊട്ടടുത്ത ദിവസം സുൽത്താൻ ഈ ഗ്രാമത്തിലോട്ട് പോവുകയാണ്. കാര്യം അവിടെ ഇനി വേറെ ആർമി പ്രസൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ കണ്ട് അദ്ദേഹം നടുങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ സൈനികർക്ക് ഇത്രയേറെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള, യുദ്ധം പയറ്റിയിട്ടുള്ള സൈനികർക്ക് പോലും കരയാതെ ആ കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം നീളത്തിൽ, കണ്ണെത്താ ദൂരത്ത് ആൾക്കാരെ ഇമ്പെയിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ കമ്പടിച്ച് ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. അതിൽ വയസ്സായ ആൾക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ സകലമാന ആവാലവൃന്ദം ജനങ്ങളും ഈ ഇമ്പെയിലിങ്ങിന് ഇരയായി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ യൂട്യൂബ് ബാൻ ചെയ്യും, പല സ്പെസിഫിക് റീസൺസ് കൊണ്ടും. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ന് വെച്ചാൽ സങ്കടം വരുന്ന, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തു വെച്ച് പോയത്. ഈ വ്ലാഡ് ദ ഇംബെയിലർ ചെയ്തു വെച്ചിട്ട് പോയത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എങ്ങനെ 1460 അദ്ദേഹം ഹംഗറിയിൽ ചെല്ലുന്നു. ഹംഗേറിയൻ സപ്പോർട്ട് വീണ്ടും ചോദിച്ചിട്ട് അവിടുത്തെ രാജാവ് പുള്ളിയെ പിടിച്ച് ജയിലിലിടുന്നു. 1463 ജയിലിലിടുന്നു. 1463 മുതൽ 75 വരെ, ഏതാണ്ട് 12 വർഷത്തോളം കാലം പുള്ളി ഹംഗേറിയിലെ ജയിലിലാണ്. ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ പറ്റിയുള്ള ഭീകരമായ കഥകൾ ഈ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലെ എല്ലായിടവും സ്പ്രെഡ് ചെയ്യുന്നത്. അതുവരെ ഇതൊരു ലോക്കൽ സ്ഥലങ്ങളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളുടെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഡ്രാക്കുളോ എന്ന് പറഞ്ഞ സിനിമയിൽ, അല്ലെങ്കിൽ ആ നോവലിൽ ഡ്രാക്കുളോ ചെയ്യുന്നതൊക്കെ ചെറുത്, ആ ഒരു രീതിയിലാണ് ഈ വ്ലാഡ് ദ ഇംപെയിലറുടെ ചെയ്തികളെല്ലാം തന്നെ. അങ്ങനെ 75 അദ്ദേഹം ഹംഗേറിയൻ സപ്പോർട്ടോടുകൂടി വീണ്ടും വലേഷ്യ അറ്റാക്കുന്നു. അപ്പോൾ ആ വലേഷ്യയിൽ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ അനിയനായ റാഡുവിനെ അവിടെ രാജാവായി വാഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പുള്ളി വന്നിട്ട് റാഡുവിനെ മാറ്റി അയാൾ രാജാവായി. ഈ വ്ലാഡ് വീണ്ടും ഹംഗേറിയൻ സപ്പോർട്ട് കൂടി അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അയാളുടെ പേര് ലയോത്തോ മറ്റോ ആണ്, എനിക്ക് കൃത്യമായ പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റല്ല, ലയോത്തോ എന്നാണ് അയാളുടെ പേര്. അയാളുടെ മാറ്റിയിട്ട് വ്ലാഡ് അവിടെ രാജാവായി ഇരിക്കുന്നു. പക്ഷേ അതേ കാലം നീണ്ടില്ല. ഈ ലയോത്തോ നേരെ പോയി ഓട്ടോമൻ എംപയറിൽ അവരുടെ സപ്പോർട്ടോടുകൂടി തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വ്ലാഡ് കാർപ്പാത്യൻ മലനിരകളിലേക്ക് രക്ഷപ്പെടുന്നു. അയാളെപ്പോഴും ഈ യുദ്ധം അതിൻ്റെ തീവ്രതയിലോട്ട് എടുക്കുമ്പോൾ തൻ്റെ എസ്കേപ്പ് റൂട്ട് മനസ്സിലാക്കി കൃത്യമായി എസ്കേപ്പ് ചെയ്യുകയും അടുത്ത ആരുടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ തറയ്ക്കാം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഈ വ്ലാഡ്. എന്തായാലും വ്ലാഡ് വീണ്ടും കാർപ്പാത്യൻ മലനിരകളിലേക്ക് രക്ഷപ്പെടുന്നു. പക്ഷേ ഇത്തവണ സുൽത്താൻ്റെ ആൾക്കാർ വ്ലാഡിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 1477 ഈ വ്ലാഡ് ദ ഇംപെയിലർ കൊല്ലപ്പെടുകയാണ്. അതിൽ ടർക്കിഷ് അസാസിൻ വധിച്ചു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. കൃത്യമായ ഇൻഫർമേഷൻ ഇല്ല പുള്ളി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പുള്ളി വധിക്കപ്പെടുന്നു. സുൽത്താൻ മെഹമ്മദിന് അത് പുള്ളിയുടെ മരണ ഇത് കാണാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ഈ വ്ലാഡ് ദ ഇംപെയിലർ സുൽത്താൻ്റെ കൂടെ തന്നെ വളർന്ന് സുൽത്താൻ്റെ സപ്പോർട്ടോടുകൂടി തൻ്റെ രാജ്യം തിരിച്ചു പിടിച്ച് അവസാനം സുൽത്താൻ തന്നെ വലിയ പണി കൊടുത്ത ഒരു യുദ്ധത്തിൽ, ഇത്രയും യുദ്ധം പങ്കെടുത്ത പുള്ളിക്ക് പോലും താങ്ങാനാവാത്ത രീതിയിലുള്ള ക്രൂരതകൾ കാണിച്ചു കൂട്ടിയ ഒരാളായിരുന്നു ഈ വ്ലാഡ് ദ ഇംപെയിലർ. അദ്ദേഹം ഈ റൊമാനിയയുടെ നാഷണൽ ഹീറോയാണ്. അവർക്ക് അവരുടേതായ കാരണങ്ങളും സ്റ്റോറീസും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ വ്ലാഡ് ദ ഇംപെയിലർ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്നാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാക്കുന്നതും അതിനെപ്പറ്റിയുള്ള സ്റ്റോറികൾ ഉണ്ടാകുന്നതും. ഇപ്പോഴും നമുക്ക് റൊമാനിയയിൽ പോയി കഴിഞ്ഞാൽ ഈ വ്ലാഡ് ഡ്രാക്കുളിനെയും ഈ വ്ലാഡ് ദ ഇംപെയിലറിനെയും കോട്ടകൾ കാണാനും, ഡ്രാക്കുള കോട്ട എന്ന് തന്നെ അറിയപ്പെടുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാണ് ഞാൻ കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് ഇപ്പോഴും
വളരെ എവിഡൻ്റായിട്ട് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ റൊമാനിയയിൽ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർ അതിൻ്റെ വിശേഷങ്ങളും മറ്റും ദയവായി കമൻസിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ എൻ്റയർ സ്റ്റോറീസ്, ഈ ഓട്ടോമൻ എംപയറിൻ്റെ കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ ചെയ്യുന്നതും ഈ വ്ളാഡുമായിട്ടുള്ള ബാറ്റിലും എല്ലാം തന്നെയും നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ആയിട്ടുണ്ട്. റൈസ് ഓഫ് എംപയേഴ്സ്, ഓട്ടോമൻ എംപയർ, അത് ഫസ്റ്റ് സീസണാണ്. സെക്കൻഡ് സീസൺ മെഹമ്മദ് വേഴ്സസ് വ്ളാഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സീസൺ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. നല്ല വിഷ്വൽ ട്രീറ്റാണ്, നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളൊരു ഹിസ്റ്ററി ഡോക്യുമെൻ്ററി സീരീസാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളത് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.